നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സ്വകാര്യ വ്യക്തികൾ നീർച്ചാലുകൾ മണ്ണിട്ട് നികത്തി 60ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. നാട്ടുകാർ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. നീർച്ചാൽ നികത്തി റവന്യൂ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടത്തുന്നത് മൂലം വെള്ളക്കെട്ട് കാരണം നാട്ടുകാർ ദുരിതത്തിൽ. നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ഉള്ളിയേരി കുറ്റ്യാടി സംസ്ഥാന പാതയിൽ കരുമ്പാപ്പൊയിൽ കണ്ണമ്പാലത്തെരു ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശം ഓവുചാൽ നിർമ്മാണം നടത്തിയിരുന്നു. ഓവുചാലിന്റെ പടിഞ്ഞാറ് വശത്ത് നിന്ന് രാമൻപുഴയിലേക്കുള്ള നീർച്ചാലാണ് കരാറുകാരന്റെ ഒത്താശയോടുകൂടി നിർമ്മാണ സമയത്ത് ഓവുചാലിലെ പഴയ കല്ലും മണ്ണും ഉപയോഗിച്ച് സ്ഥലത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പുമായി പാർശ്വഭിത്തി കെട്ടി മുട്ടിച്ച് നികത്തിയെടുത്തെന്നാണ് നാട്ടുകാരുടെ പരാതി. നീർച്ചാൽ കയ്യേറി നികത്തിയത് കാരണം സംസ്ഥാന പാതയിൽ മേക്കോത്ത് കുന്നിൽ നിന്നും കണ്ണമ്പാലത്തെരു ക്ഷേത്ര പരിസരത്തു നിന്നും ഒഴുകിവരുന്ന മുഴുവൻ മഴവെള്ളവും രാമൻപുഴയിലേക്ക് ഒഴുകാതെ ആയിരോളി ക്ഷേത്ര റോഡിലും കണ്ണമ്പാല ക്ഷേത്ര പരിസരത്തും കെട്ടിനിൽക്കുകയാണ്. കണ്ണമ്പാല ക്ഷേത്ര പരിസര പ്രദേശത്തുള്ളവർക്കും ആയിരോളി കോവിൽ മണ്ണ് പ്രദേശത്തെ 100ഓളം വീട്ടുകാർക്കും വെള്ളക്കെട്ട് കാരണം പ്രയാസം ഉണ്ടാവുകയാണ്. മഴക്കാലത്ത് പരിസര പ്രദേശങ്ങളിലെ പല കിണറുകളിലെ ജലം ഉപയോഗിക്കാൻ പറ്റാതാകും എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. നടുവണ്ണൂർ പഞ്ചായത്ത് 13-ാം വാർഡിൽ വെള്ളക്കുത്തൊരുക്കുന്ന 60ഓളം വീടുകളും കണ്ണമ്പാലത്തെരു ക്ഷേത്രത്തിലെ 10-30 വീടുകളും വെള്ളത്തിന് നേരിട്ട് കൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ PWൻ്റെ ആൾക്കാർ വന്ന് റോഡ് കമാനത്തിൻ്റെ പണി ഉണ്ടാകുമ്പോൾ അവിടെ കുത്തിക്കുകയും ചെയ്ത് വെള്ളം തീരെ ഒഴുകാതെ വന്ന് പിന്നെ പല ആൾക്കാർ ഈ സ്ഥലം കയ്യേറി കെട്ടിയെടുക്കുകയും ചെയ്തു. പിന്നെ എല്ലാവരും വെള്ളത്തിൽ ബുദ്ധിമുട്ടിയാണ്. മേക്കോത്തക്കുന്നിൽ നിന്ന് വരുന്ന വെള്ളവും തെരുവിൽ നിന്ന് വരുന്ന വെള്ളവും ഇത് പോകാനുള്ളൊരു സ്ഥലമില്ല. വായടക്കം നട്ട് പിടിപ്പിച്ചാണ് ഓരോരുത്തരും നേരിട്ട് പുഴയിലെത്തുന്നത്. പോരെ. പരാതി ആർക്കും കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തി വില്ലേജിൽ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്, കളക്ടർ കൊടുത്തിട്ടുണ്ട്, PWക്ക് കൊടുത്തിട്ടുണ്ട്. 4 സ്ഥലത്ത് കൊടുത്താണ്. എന്നിട്ട് അവരെന്ത് പറയുന്നു? അവർ റിട്ടേൺ വന്നിട്ടുണ്ട്. ഒരു വില്ലേജ് ഓഫീസറൊക്കെ വന്ന് നോക്കിപ്പോയതാണ്. പഞ്ചായത്തും വന്ന് നോക്കിയിട്ടുണ്ട്. നേരത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് വരുന്നത്? ഇടം മുട്ടി കുടുക്കിയിട്ട് പിന്നെ നാളെ ഈ ബൈക്ക് വരികയാണ്, എടുത്ത് ബൈക്ക് എന്നിട്ട് പുഴയിൽനിന്ന് കയറുക ഇങ്ങോട്ട്. പുഴയിലേക്ക് ഇറങ്ങി പുഴ നീങ്ങിയിട്ട് ഇങ്ങോട്ട് വരിക. അതായത് ഞാളെ ഇറങ്ങണം. പീടിയെ പോയി ഒരു സാധനം വാങ്ങി കൊണ്ടുവരാനാകിയല്ല, ഒരു പുറത്ത് കീഴാനാകിയല്ല. മഴ പെയ്ത അന്നേരം ഞാൾ ഇറങ്ങി കൊടുക്കണം. സ്കൂളിലോ പിന്നെ നടുവണ്ണൂർ സ്കൂളിൽ നിന്നൊക്കെ ഞാളെ കുടിക്കത്തല്ലോ. കുടിയാക്കിയല്ലേ ഞങ്ങൾക്ക് ഇടയെന്നാ വെള്ളം വരുന്നത്. കെട്ടി കുടിക്കിച്ചോര് ഇനിയിപ്പം പുരന്റെ അകത്തേക്കാ വെള്ളം വരിക. ചുമരിന്റെ ഇതുവരെ വെള്ളം വരുന്നില്ല കഴിഞ്ഞതിനൊക്കെ. വീട് വെച്ചിട്ടുണ്ടാക്കി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, ജില്ലാ കളക്ടർ, കരാറുകാരനെതിരെയും പൊതുമരാമത്ത് അധികൃതർ എന്നിവർക്ക് താലൂക്ക് റെസിഡൻസ് കോഓർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് KP കുമാരൻ, ചന്ദ്രൻ ആയിരോളി, VK ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് കോഓർഡിനേഷൻ കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. അനീഷ് KK സ്വാഗതം പറഞ്ഞു. ചന്ദ്രൻ VK അധ്യക്ഷത വഹിച്ചു. കോഓർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് കുമാരൻ KP വിശദീകരണം നടത്തി. ഈ 3 മേക്കോത്ത് താഴേന്ന് വരുന്ന വെള്ളം, കരുമ്പാപ്പൊയിൽ മുഴുവൻ ഒഴിച്ചു വരുന്ന വെള്ളം, തെരുവിലുള്ള വെള്ളം മുഴുവൻ, തെരുവിൽ വെച്ചാൽ നാനാഭാഗത്തുനിന്നും വരുന്ന വെള്ളമാണ്. ആ വെള്ളം മുഴുവൻ ഒഴുകി പാലത്തിൻ്റെ ചുവട്ടിലൂടെ നേരെ കിടക്കുന്ന പ്രദേശം. അതെങ്ങോട്ട് പോകണം? 1-2 വിഭജിച്ച് പോകേണ്ടതുണ്ട്. വെള്ളം കയറി മലിനപ്പെടുത്തിയ കിണറിലെ വെള്ളം കുടിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പ്രതികരണം ഈ അന്ന് ചെയ്തത് തെറ്റായിപ്പോയല്ലോ എന്ന് തോന്നുന്നു. മഴക്കാലത്തിനു മുമ്പ് പരിഹാരം കാണണമെന്നാണ് 60ഓളം പേരടങ്ങുന്ന നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.